ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മൾ പാക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ നെക്സ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ആണ്. സോ നമുക്ക് നമ്മൾ വീഡിയോ വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താണ്, ഞാനിപ്പോൾ ഇതാ എണീച്ചിട്ടേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം നല്ല ഉറങ്ങി, കാരണം ഇന്ന് രാവിലെ ആയിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ കോഫിയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം, പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം സമയം 6:45 സംതിങ് ആയിട്ടുണ്ട്, 7 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ട്രിപ്പിൻ്റെ 2 ദിവസം മുന്നെയാണ്, അതായത് നാളെ മറ്റന്നാളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രിപ്പ് വരുന്നത്. എന്നെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വേഗം ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാം, കാരണം നമുക്ക് പെട്ടെന്ന് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകില്ലല്ലോ. 2 ദിവസം കൂടി ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് 2 ദിവസം മുന്നേ ചെയ്യുന്നത്. സോ നമുക്ക് വേഗം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ട്രോളിയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പുറത്തെ റൂമിൽ വെച്ചിട്ടുണ്ട്. വേറെ റൂമിൽ ഞാൻ ഈ ട്രോളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ മേലെ കൊണ്ടുവച്ചതായിരുന്നു. അത് 2 ദിവസം മുന്നേ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനല്ല, രാഹുൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പം നമുക്ക് നമ്മുടെ ട്രോളി എടുത്ത് റൂമിലേക്ക് പോകണം. പിന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ രാഹുലിൻ്റെ ഒക്കെ നമ്മൾ ഡ്രസ്സുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ബേസിക്കായിട്ട് അയൺ ചെയ്ത് വെച്ചാണ്. ഓൾസോ ഞാൻ എൻ്റെ നമ്മുടെ ട്രോളിയിൽ വെക്കുന്ന പാർട്ടീഷൻ ചെയ്ത് വെക്കുന്ന പൗച്ചസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചത്. അപ്പോൾ അതും കൂടെ നമുക്ക് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാം. പിന്നെ കുറേ പൗച്ചസും കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് പതിയെ എടുക്കാം. പ്ലീസ് ഇത് രണ്ടും എൻ്റെയും രാഹുലിൻ്റെയും ഡ്രസ്സുകളൊക്കെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത്, അതുപോലെ തന്നെ നന്നായിട്ട് ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ബേസിക്കായിട്ടൊന്ന് അയൺ ചെയ്ത് വെച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാഗിൽ ഓൾറെഡി ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ ഓൾറെഡി ചുളിവുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇതാവും. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്. പിന്നെ പുതിയതായിട്ട് വാങ്ങിയതെല്ലാം ഓൺലൈനായിട്ട് വാങ്ങിയ ഡ്രസ്സുകൾ. അപ്പം ഒക്കെ ഞാൻ എന്തായാലും ഒരു പൊടിയൊക്കെ ഉണ്ടാവില്ല, ഒരുമാതിരിയൊക്കെ ഉണ്ടാവില്ല. അപ്പം എനിക്കത് വാഷ് ചെയ്തിട്ട് ഇടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒക്കെ വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബേസിക്കായിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാനൊരു ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ ഓർഡർ ചെയ്തതാണ്. അപ്പം അതൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് ഇപ്പം നമ്മൾ ഫെബ്രുവരി ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചടങ്ങാണ്. നമ്മളിനി സംസാരിച്ചത് ഒന്നും നടക്കില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഫോണിൽ, നമ്മുടെ ഫോണിൽ തന്നെ ഐഫോണിൽ ഇങ്ങനെ ഈ റിമൈൻഡേഴ്സ് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാമല്ലോ. എന്നിട്ട് അതിലിങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി ടിക്ക് ഇടാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അതിൽ സേവ് ചെയ്ത് വെച്ചതാണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കിപ്പം അതിൽ ടിക്ക് ഇട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ നമ്മൾ നോട്ട്ബുക്കിൽ ഞാൻ ഫുൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് ടിക്കറ്റ് പോയാലാണ് കംപ്ലീറ്റ് പാക്കിംഗ് റെഡി ആയെന്ന് പറയാൻ പറ്റും. രാഹുൽ കറൻസി എക്സ്ചേഞ്ചിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അവനെ കാണാത്തത്. കുറച്ച് ഞാൻ നമ്മൾ ഇതിലേക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിനി തുടങ്ങാം. നമ്മൾ ഇനി അധികം വൈകിക്കൂടാ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ട്രോളി എടുക്കുകയാണ്. ഇതാണ് എൻ്റെ ട്രോളി. ഈ ഒരു ട്രോളിയിലേക്ക് നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതൊരു സ്മോൾ ഇതാണ് വരുന്നത്. നമുക്ക് സ്റ്റാർട്ട്. ഇവിടെ നമുക്ക് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങാം. കുറവാണ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മൾ ഏത് ഡ്രസ്സ് ഏതിടണം എന്നുള്ള കാര്യങ്ങളൊന്നും നിലവിൽ ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് തന്നിട്ടുള്ള ഐറ്റിനറീനെ പോലെ തന്നെ ആയിരിക്കണം എന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഓരോ ഡേയിനനുസരിച്ച് എനിക്ക് ഓരോ ഇതുണ്ട്. അപ്പോൾ ഏത് ഡേ ആണ് ഫസ്റ്റ്, നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് ഫസ്റ്റ് പോകുന്നതെന്നനുസരിച്ചിട്ട് വേണം എനിക്ക് ആ ഡ്രസ്സ് അന്ന് തീരുമാനിക്കാനായിട്ട്. സോ അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം പ്രത്യേകിച്ച് ഓർഡറിലൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പാക്കറ്റ് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അന്നത്തെ ഡേ എവിടെയാണ് പോകുന്നതെന്ന് പ്ലാനിങ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഏത് ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് സെലക്ട് ചെയ്യാം. ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സംഭവമാണ് ഇങ്ങനത്തെ പാക്കേജും കാര്യങ്ങളും. ഇതിൽ 7 എണ്ണം വരുന്നുണ്ട്. ഇങ്ങനെയാണിപ്പോൾ പാക്ക് ചെയ്യുന്ന കണ്ടാലും നമുക്ക് മനസ്സിലാവും ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനിത് കുറേ ആയിട്ട് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാറ്.
ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എടുക്കുന്ന ബാഗേജിൽ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് വെക്കും. അപ്പം നമുക്ക് നോക്കാം. സോ ഇതിൽ 1 2 3 4 5 6 and 7 അങ്ങനെ വരുന്നത്. ഇതൊരു വലിയ സൈസാണ്. ഈ വലിയ സൈസിനാണ് ഞാൻ ചിലപ്പോൾ പാക്ക് ചെയ്യുക. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ട ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് നോക്കണ്ട. കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമുക്കുള്ളത് നമ്മൾ അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യപ്പെടാനുള്ള സംഭവങ്ങളാണ്. സോ നമ്മൾ ഫസ്റ്റ് പാക്കേജ് ഇവിടെ റെഡി. അപ്പം നമ്മൾ ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ ആ ഒരു ട്രോളിയിലേക്ക് അത് മാറ്റാം. ഇതിലെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്ന് ടിക്കറ്റ് പോയിട്ടുണ്ട്. മിസ്റ്റർ രാഹുൽ എത്തിയിട്ടുണ്ട്. ഇത് അവിടെ പാക്കിങ്. നമ്മൾ ബെഡൊന്നും കണ്ടാരും പേടിക്കേണ്ട, ഫുൾ സാധനമാണ്. ഒക്കെ റെഡിയാക്കണം. അപ്പോൾ അവനാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മളിനി ഈ ഒരു പൗച്ചിലേക്ക് വീട്ടിൽ നിന്നിടുന്നത് നമുക്ക്, അതായത് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമ്പോൾ ഉള്ളത് പാക്ക് ചെയ്യണം. ഞങ്ങൾ ഇത് ഇങ്ങനെ ഒരു അധികം ലെങ്ത്ത് വേണ്ട കേട്ടോ, ചെറിയൊരു ലെങ്ത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കളറ് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഇങ്ങനെ അതിലിങ്ങനെ കെട്ടി വെക്കുകയാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടി നമ്മൾ റിബൺ വാങ്ങിയതാണ് ഇങ്ങനത്തെ ഒരു കളർ. നെക്സ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു കുട്ടി പൗച്ചിൽ വീട്ടിൽ നിന്നിടുന്ന, അതായത് ഹോട്ടലിൽ നിന്നിടുന്ന സംഭവം നമ്മൾ വെക്കുകയാണ്. അതിന് വേണ്ടി ഓരോന്നും മടക്കി വെക്കാം. നമ്മളിതിൽ എക്സ്ട്രാ സ്വിമ്മിങ്ങിന് വേണ്ടി അതിൻ്റെതും കൂടെ നമ്മൾ സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ഡ്രസ്സുകൾ റെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിവിടെ റെഡിയായി. അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഹോം ഡ്രസ്സ് ഇതിലാണ് നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. സോ ഇങ്ങനത്തെ കുട്ടി ഇതുണ്ട്. നമ്മൾ ഈ ഒരു പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് അത് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ റൂമിൻ്റെ അവസ്ഥ ഞങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ അവസ്ഥ. പിന്നെ അത് നമ്മൾ വെയിങ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ രാഹുലിനൊക്കെ പാക്ക് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ റിബൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഗൈസ്. നമുക്ക് ഇങ്ങനെ കുറേ പൗച്ചസ് ഉണ്ട്, ഓരോന്നായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള. മുമ്പത്തെ പാക്കിംഗ് വീഡിയോയിൽ കാണിച്ചിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു പൗച്ച് ഉണ്ട്. ഇതിലെന്താ വെക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം. അപ്പം നമുക്കിനി ഓരോന്ന് വെക്കാൻ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഞാൻ നമ്മളെ ഈ സംഭവങ്ങൾ ഒക്കെ ഇതിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മര്യാദയ്ക്ക് ഉള്ളിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മളെ ബാഗൊക്കെ ഞാൻ ഇതിലാണ് വെക്കല്. അപ്പം ഏതൊക്കെ ബാഗ് വേണമെന്നുള്ളത് ഇതിൽ നോക്കിയെടുക്കാം. സോ ഇതെല്ലാം ഉണ്ട്. സോ ഈ 2 ബാഗിൽ നിറച്ചും എൻ്റെ ബാഗുകളാണ്. പിന്നെ എന്താ വേറെ ബാഗ്. അപ്പം ഇതിൽ നമുക്ക് ബാഗൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ എൻ്റെ ഹാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലോട്ട് വെച്ചത്. അപ്പോൾ അതൊക്കെ എടുക്കാം. ഈ ബാഗ് ഞങ്ങൾ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ ഒന്നെങ്കിൽ ഇതെടുക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രോളി വാങ്ങും.
തായ്ലാൻഡിൽ പോയപ്പോൾ വാങ്ങിയ തൊപ്പി. ഒന്നെങ്കിൽ ഈ തൊപ്പി എടുക്കും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ പിങ്ക് കളർ എടുക്കും, അല്ലെങ്കിൽ വൈറ്റ്. ഇതിലേതെങ്കിലും. തായ്ലാൻഡിൽ നിന്ന് വാങ്ങി ഈ ഒരു തൊപ്പി എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഡ്രസ്സുണ്ട്, പക്ഷേ എല്ലാ ഡ്രസ്സിനും ഇപ്പം നമുക്ക് എടുക്കുന്ന എല്ലാ ഡ്രസ്സും പറ്റില്ല. സോ ഇതെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ കണ്ടില്ലേ, നിറച്ചും ബാഗുകളാണ്. അഗൈൻസും ബാഗുകളാണ്, ഇതിലും ബാഗുകളാണ്. ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ. അപ്പം ഇതിൽ ഒരു ബാഗ്, ഒരു സ്ലിംഗ് ബാഗ് നമ്മൾ അതായത് ഫോട്ടോ വെച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇത് പറ്റാമെങ്കിൽ അത് സുഖമാണ്, ഒരുപാട് സാധനങ്ങൾ ഇതിൽ കൊള്ളും. കാണുന്ന സൈസ് നോക്കണ്ട. അല്ലെങ്കിൽ നമുക്ക് അയ്യോ ഇതിൽ കത്തിരി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ടൈപ്പ്. ഞാൻ നോക്കട്ടെ ഇതിൽ തന്നെ ഇതിൽ കണ്ടോ ഇങ്ങനെ കുറേ ഇതെൻ്റെ മേക്കപ്പ് ബാഗാണ്. പിന്നെ നമ്മൾ ഫുൾ ഇങ്ങനെ പുറമേ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്കിങ്ങനെ പുറമേ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാഗുകൾ വെയിറ്റ് ഉണ്ട് ഉണ്ടോ. ഇങ്ങനെ കുറേ ബാഗുകളാണ്. പിന്നെന്താ ഉണ്ടോ ഇങ്ങനെ കുറേ ബാഗുകളാണ്. സോ ഞാൻ ഇതിൽ നമുക്ക് അടുത്ത ക്യാപ്പ്, ഞാൻ ഈ ഒരു തൊപ്പിയും ഇത് രണ്ടും എടുക്കണം. പിന്നെ നമുക്ക് ഒന്നെങ്കിൽ എയർപോർട്ടിൽ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു പൗച്ചിൽ ഞാൻ നമ്മൾ എന്താ ഈ ഇതില്ലേ ഹെയർ ക്ലിപ്സ്, അതുപോലെ തന്നെ ഇങ്ങനെ സ്ക്രഞ്ചീസും അങ്ങനത്തെ സംഭവങ്ങൾ, ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ക്ലിപ്സും, പിന്നെ കോമ്പ്, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കണ്ണഴി. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അതായത് ഹെയറിന് ആവശ്യമായിട്ടുള്ള നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ ഞാൻ ഈ ഒരു പൗച്ചിൽ വെച്ചിട്ടുണ്ട്. സോ ഇതിൽ ഫുൾ ഹെയറിൻ്റെ സംഭവങ്ങളാണ്. കോമ്പ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ഞാൻ ഒന്നെങ്കിൽ മേക്കപ്പ് ബാഗിലേക്ക് മാറ്റും. സോ അതാണ് നമ്മൾ അടുത്ത സംഭവം. അടുത്തത് നമുക്ക് നോക്കാം എന്താണ്. അപ്പോഴത്തൊരു ഇതിൽ നമ്മൾ ഫുള്ള് നമ്മൾ ഷാംപൂ, കണ്ടീഷണർ, ബോഡി വാഷ് അങ്ങനെയുള്ള ഫുൾ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിൽ വെക്കുകയാണ്. ഇതുപോലെ ഞാൻ മിനി സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. 100 ml മാത്രമാണ്. 100 ml മാത്രം ആണ് നമുക്ക് ഫ്ലൈറ്റിൽ പറ്റുള്ളൂ. മിനി വേർഷൻ ഞാൻ യൂസ് ചെയ്യാറുള്ളതിൻ്റെ ഒക്കെ മിനി വേർഷൻ ഞാൻ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പൗച്ചിലേക്ക് മാറ്റാണ്. കണ്ടീഷണർ, ബോഡി വാഷ്, പിന്നെ ഒരു ടൂത്ത് പേസ്റ്റ് എടുക്കുക. ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഹോട്ടലിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ എന്താ നമുക്ക് ഒന്ന് കയ്യിൽ വാങ്ങി വെക്കുന്ന എപ്പോഴും നല്ലതാണല്ലോ. എടാ ഞാൻ പുതിയ യൂസ് ചെയ്യാത്ത ബ്രഷ് ഉണ്ട്, അത് എടുക്കുമോ? നിങ്ങൾക്ക് അവിടെ പുതിയ 2 ഉണ്ട്. ആദ്യം എടുക്കും, ബ്രഷ് എടുക്കും. പിന്നെ മറന്നോ നമുക്ക് അത് അതിൽ നോക്കാം. ആദ്യം നോക്കും, അതിന് 2 ഉണ്ട് അന്നത്തെ. ഇതൊന്നുമില്ല, ഇത് പുതിയതാ. ഞാൻ പിങ്കാണ്. നമ്മൾ പുതിയ ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുട്ടി ടൂത്ത് പേസ്റ്റ് ഗൈസ്. ഞാൻ പിന്നെ നമ്മൾ ഡിയോഡ്രൻറ്റ്, പെർഫ്യൂം, സിറം ഈ പൗച്ചിലേക്ക് വെക്കുന്നത്. ബോഡി ഓയിൽ ഇതിൻ്റെ 100 ml ആണ്. പക്ഷെ ഞാൻ ഇതെടുത്തിട്ട് മിനി വലിയ സൈസുള്ളത് ഞാൻ ഈ ഒരു ഇതിലേക്ക് മാറ്റാണ്. കുറച്ചല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അത്രയും വലിയ ബോട്ടിൽ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലോട്ടേക്ക് മാറ്റാണ്. ഇത്ര പോരെ. ഇത് ബോഡി ഓയിൽ ആയതുകൊണ്ട് നമ്മൾ 2-3 ഡ്രോപ്സ് ആണ് ഒരു ദിവസമൊക്കെ യൂസ് ചെയ്യുന്നത്. നേരം നമ്മൾ പുറത്ത് പോകുമ്പോൾ. ഇപ്പം ഞാൻ ഏകദേശം ഇത്ര എടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. ഓക്കെ, അപ്പം നമുക്കിനി ഇതുപോലത്തെ 3 ടവൽസ് എടുത്തിട്ടുണ്ട്. ടിഷ്യൂ എടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് ടവൽസ് ആവശ്യമാണ്. നമുക്ക് അപ്പോൾ ആവശ്യം വരിക എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ 3 ടവൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ പാക്കറ്റ് ടിഷ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സൈഡിൽ വെക്കും പോകുമ്പോൾ ഒക്കെ. നമുക്കിങ്ങനെ പെട്ടെന്ന് ആവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ബാഗിൽ വെക്കും. ഞാൻ ഇതുപോലത്തെ 2 സെറ്റ് ചെരുപ്പുകൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ വെയിറ്റ് ആവുമെന്നുള്ള അറിയില്ല. ലാസ്റ്റ് ടൈം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒക്കെ.
അതെടുക്കണം. പിന്നെ നമുക്ക് പോകുമ്പം ഞാൻ ഷൂ ആയിരിക്കും ഇടുക, കാരണം എനിക്ക് ഫ്ലൈറ്റ് ഒന്ന് തണുക്കും. ഇപ്പം ഇത് രണ്ടും എക്സ്ട്രാ ഞാൻ എടുത്ത് വെക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് ഫ്ലൈറ്റ് പോകുമ്പോൾ ഇതെടുക്കാമെന്നായിരുന്നു, പക്ഷേ നമുക്ക് തൽക്കാലം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇതിലാണ് ഞാൻ വെക്കാൻ നോക്കുന്നത്. നമുക്ക് വെറ്റ് വൈപ്സും കാര്യങ്ങളും എടുക്കണം. സോ ഞാൻ വെറ്റ് വൈപ്സ് എടുക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ മേക്കപ്പ് സാധനങ്ങൾ മുഴുവൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഐ ഷാഡോ പാലറ്റ്, പിന്നെ മസ്കാര, ഇത് സെറ്റിംഗ് സ്പ്രേ, വെറ്റ് വൈപ്സ്, ഫൗണ്ടേഷൻ, സ്നെയിൽ മ്യൂസിൻ, ഇങ്ങനെ മോയ്സ്ചറൈസർ, ലിപ് ഗ്ലോസ് എല്ലാം നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ മേക്കപ്പ് സാധനങ്ങൾ ഇതിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ എൻ്റെ ബാഗിലും അല്ലെങ്കിൽ ചിലപ്പോൾ രാഹുലിൻ്റെ ട്രോളിയിലേക്കും വെക്കാം, കാരണം എൻ്റെ ഇത്രയും വെയിറ്റ് എനിക്ക് കൊള്ളുമെന്ന് അറിയില്ല. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് സാധനങ്ങൾ റെഡി. എൻ്റെ ലിപ്സ്റ്റിക്സ് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ. എനിക്കറിയില്ല കേസ്, ഞാൻ ചിലപ്പം വെയിറ്റ് കൂടുമ്പം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്ര നമുക്ക് ലിപ്സ്റ്റിക്സ് ഞാൻ ബാക്കി വെച്ചിട്ട് ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഇതിൽ നിന്ന് ഒക്കെ കുറേയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടാവും, കാരണം നല്ല വെയിറ്റ് ഉണ്ട്. ഞാനിവിടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെയായി. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ചടപടയെ എന്നിട്ട് ബാക്കി എടുക്കണം, ബാക്കി പാക്ക് ചെയ്യണം. കാരണം ഇന്ന് പാക്ക് ചെയ്തതിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എൻ്റെ ഇതിപ്പോൾ ഓൾറെഡി വെയിറ്റ് അത്യാവശ്യം 7.6 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് 7 kg പറ്റും. അപ്പം രാഹുലിൻ്റെ ട്രോളിയിലേക്ക് ഞാൻ ആസ് യൂഷ്വൽ എപ്പോഴുള്ള പോലെ തന്നെ വെക്കാൻ പറ്റും വിചാരിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നു. ഇനി നമ്മൾ പാക്കിങ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഞാൻ മിസ്റ്റർ രാഹുലിൻ്റെ പാക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ പാക്കിംഗ് എനിക്ക് എന്താ പറയുക, കുറച്ചും കൂടി എല്ലാം ഇങ്ങനെ ചെറുതാക്കി പാക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് മിസ്റ്റർ രാഹുൽ. സോ നമ്മൾ ഇങ്ങനത്തെ കുറേ പാൻസും കാർഗോ പാൻസും ബാക്കി പാൻറ്റോടെ ഇതുപോലത്തെ ഞാൻ ഇതിൻ്റെ വലിയ സൈസാണ് ഞാൻ എൻ്റെത് പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പം ഇതിൻ്റെ കുറച്ചൊരു സൈസ് സ്മോൾ സൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇനി പാക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ആരും ഇത് കണ്ട് പേടിക്കേണ്ട, ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് നല്ലോണം ചെറുതാക്കി വെക്കണം. ഞാൻ ചെറിയ രീതിക്കൊന്ന് അയൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ തുണി എത്രയായാലും അങ്ങനെ ഒരു ടൈപ്പ് കേട്ടോ, കുറച്ചൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇതാക്കി ഉണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ചുകൂടി കുട്ടി സൈസായിട്ട് ഇതാക്കാൻ പോവാണ്. കണ്ടോ, ഇങ്ങനത്തെ ഒരു സൈസ് ഇങ്ങനെ വെക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നങ്ങനെ മടക്കി സെറ്റാക്കി വെക്കട്ടെ. ഇതാണ് രാഹുലിൻ്റെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഫുൾ സംഭവം. അതായത് നമ്മൾ ഫുൾ ട്രിപ്പിനെ പുറത്ത് പോകുമ്പോഴുള്ള ഇടേണ്ട സാധനങ്ങൾ ഈ ഒരു പൗച്ചിലേക്ക് ആക്കിയിട്ടുണ്ട്. രാഹുലിനെ ഹോട്ടലിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേ ചെയ്യാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് നമ്മൾ ഇതിലാണ് വെക്കുന്നത്. അതിൽ രാഹുലിൻ്റെ ഡ്രസ്സിങ് പരിപാടികളൊക്കെ കഴിക്കും. പിന്നെ നമുക്ക് എൻ്റെ കുറച്ച് ഞാൻ പറഞ്ഞ നേരത്തെ കുറച്ച് സാധനങ്ങൾ രാഹുലിൻ്റെ ട്രോളിയിലേക്ക് വെക്കാനുണ്ടാവും. അത് നമുക്ക് നോക്കണം. രാഹുലിൻ്റെ ആ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്നത് നമ്മളിതിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി നോക്കാം. എൻ്റെ ബാഗിൽ 7.6ഉം അവൻ്റെ ബാഗിൽ എത്രയാ 8 എത്രയാണ് 8.2 ഉണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലെല്ലാം പിന്നെയും എന്തൊക്കെയോ ചെയ്ത് കുറച്ചിട്ടൊക്കെ റെഡി ആക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ തന്നെയും, എന്നിട്ട് നമ്മൾ കറക്റ്റ് 7 ആക്കിയതാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ ലഗേജിനുള്ളത് പൈസ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലോ, അപ്പോൾ അതിന് വേണ്ടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ 14 മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മളിവിടെ എന്തൊക്കെയൊക്കെയോ ചെയ്യാൻ നോക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണം. ഇന്നുകൊണ്ട് തന്നെ റെഡിയാക്കണം. അത് ഇപ്പം എത്രയാ? 6 ആയിട്ടുള്ളൂ. 6.1 1 കിലോ കൂടി പോകണ്ടോ?
ഗൈസ് ഞങ്ങളിവിടെ പിന്നെയും വെയിറ്റ് ഇങ്ങനെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് പിന്നെയും നോക്കുകയാണ്. ഇതാ നമുക്കിവിടെ കുറേ ജ്വല്ലറി സംഭവങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കാനുണ്ട്. ഇതിലോട്ടേക്ക് നമുക്ക് വെക്കാം സിൽവറിൻ്റെ 2 എണ്ണം. ഇങ്ങനെ ആക്കട്ടോ, അങ്ങനെ ആകുമ്പോൾ കുടുങ്ങൂല. നമ്മൾ പാക്കിങ് ചെയ്താണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ വാങ്ങിയിരുന്നു. ശരിക്കും എയർപോർട്ടിൽ നിന്ന് കിട്ടും, പക്ഷെ ഞങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടോ. കാരണം ഇനി അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇനി ഇതാവണ്ടല്ലോ. നമ്മൾ ഇത് വാങ്ങിച്ചു, ഇങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചിട്ടോ. ഒന്ന് എനിക്കും ഒന്ന് രാഹുലിനെയും വാങ്ങിച്ചു. അപ്പം ഇതും കൂടെ, ഇത് പിന്നെ നമുക്ക് പാക്ക് ചെയ്യേണ്ട, നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും ബാഗിൻ്റെ സൈഡിൽ വെക്കും. സോ അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജ്വല്ലറീൻ്റെ പാക്കിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കുഞ്ഞ് സൈസുള്ളൊരു പൗച്ചിൽ ഞാനത് പാക്ക് ചെയ്തു. കുറേയൊക്കെ പാക്ക് ചെയ്ത് ഏതാണ്ട് എല്ലാം 7 kg, അതുപോലെ തന്നെ 7 point something അങ്ങനെ ഉണ്ട്. 7 point something ഒന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് പ്രശ്നമില്ലല്ലോ. ആ ഒരു രീതിയിൽ ഫുൾ അലങ്കോലായിട്ടുണ്ട്. ഒക്കെ ഇനി റെഡി ആക്കണം. പിന്നെ ബാക്കി നമ്മൾ ഇനിയുള്ള എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നാളെ നമ്മൾ ചെയ്യും. 2 ദിവസം കൂടി ഉണ്ടല്ലോ. അതാണ് ഞാനിപ്പോഴേ പാക്ക് ചെയ്തത്. നമുക്ക് ഓരോ വ്യത്യാസം വേണം ചെയ്യണമെങ്കിൽ ചെയ്യാം ആ ഒരു ഇതിൽ. സോ ഞാൻ ഇതൊക്കെ നമ്മൾ മാറ്റിയിട്ട് വേഗം കിടക്കണം. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളെ ട്രിപ്പിൻ്റെ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവർക്കും ബൈ.